ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ബാമിക സിറ്റി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ണനയില നല്ല വറുത്തരച്ചിട്ട് കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ വീഡിയോ കണ്ടാലോ. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത കണ്ണനയിലാണ്. ഇത് 1 കിലോ മീനുണ്ട്. മീൻ കറിക്കായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തേങ്ങ, ഒരു അരമുറി തേങ്ങ നന്നായിട്ട് വറുത്തതാണ്, വറുത്തരച്ച് വെച്ചതാണ്. വറുക്കുമ്പോ 4 ചെറിയുള്ളി, കറിവേപ്പില, കുറച്ചൊരു നുള്ളു ഉലുവ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അരച്ച് വെച്ചതാണ്. പിന്നെ 2 തക്കാളി വേണം. തക്കാളിന്റെ മേലത്തെ തൊലി ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ട് എടുക്കണം. പിന്നെ ഇതൊരു 10 ചെറിയുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പുളിക്ക് ആവശ്യത്തിന് 2 വലിയ കുടംപുളി, ആവശ്യത്തിന് കറിവേപ്പിലി, ഒരു വലിയൊരു പീസ് ഇഞ്ചിയും 3 വെളുത്തുള്ളി നീളത്തിൽ കീറിയെടുത്തതാണ്. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള സാധനം. ഒരു മൺചട്ടി നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. തേങ്ങയിൽ നമ്മൾ 2 മണി ഉലുവ ചേർത്തതാണ്, അതുകൊണ്ട് കുറച്ച് ഉലുവ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ നന്നായിട്ട് പൊട്ടി വരട്ടെ. ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് വാടി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉള്ളി വേണ്ട, ഒരു കുറച്ച് ഉള്ളി മതി. ഒരു 8 ചെറിയുള്ളിയോളം നമുക്ക് മതിയാകും. നമ്മൾ 2-3 എണ്ണം നമ്മൾ തേങ്ങയിൽ ചേർത്തുകൊണ്ട് അധികം ചെറിയുള്ളി ഇടേണ്ട ആവശ്യമില്ല. വറുത്തരച്ച് കറി വെക്കുമ്പോൾ നമ്മൾ വെല്ലുള്ളി അധികം ഇടരുത്, ഭയങ്കര വെള്ളം അങ്ങനെ കൂടി വരും. ചെറിയുള്ളി തന്നെ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഉള്ളി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ 2 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇവിടെ നല്ല മഴ ഉണ്ട്, അതുകൊണ്ട് മഴേന്റെ ഒരു സൗണ്ടും കൂടെ വീഡിയോയിൽ ഉണ്ടാവും. തക്കാളി ഇതൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച മല്ലിപ്പൊടിയും മുളകും പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്താണ്. ഇതൊന്ന് അതിലിട്ടിട്ട് ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മുന്നേ തന്നെ വറുത്തെടുത്തോണ്ട് പെട്ടെന്ന് തന്നെ ഈ പൊടി അധികം ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ മുന്നേ വറുത്തെടുക്കുന്നില്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും വഴറ്റുമ്പോൾ നന്നായിട്ട് മല്ലിപ്പൊടി മുളകും പൊടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ഒന്ന് എണ്ണ നോക്കിയാൽ അതൊന്ന് ചൂടാക്കി എന്റെ പച്ചമണൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നതാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 ഗ്ലാസോളം വെള്ളം നമ്മളിപ്പോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് ഞാൻ 2 വലിയ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. പുളിക്ക് ആവശ്യത്തിന് പുളി കൂടെ ചേർത്ത് കൊടുക്കുക. മീൻകറിക്ക് എപ്പോഴും നമ്മൾ മറ്റേ വാളംപുളി ഉപയോഗിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലത് കുടംപുളി ചേർത്തിട്ട് വെക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ട് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. തക്കാളിയും പുളിയൊക്കെ നന്നായിട്ട് വെന്ത് പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മീൻ കൂടെ ചേർത്ത് കൊടുക്കാം.
മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്ക. ഇതില് ചാറിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മീനൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്ക. നല്ല മഴ ചെയ്യുന്നതുകൊണ്ട് കറണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പോയി വരുന്നുണ്ട്, അതുകൊണ്ട് വെളിച്ചത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മീനൊന്ന് വേവിച്ചെടുക്ക. മീൻ ഇതാ നമ്മൾ അടുപ്പത്ത് ഇച്ചിരി അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്ക. മീനൊക്കെ ഒന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക. മീനൊക്കെ ഒന്ന് ഉടയാത്ത പോലെ ഇളക്കണേ. ഇത് കുറച്ചൊരു കട്ടിയുള്ള ഒരു മീനിന്റെ ഇറച്ചിയെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞൊന്നും പോയില്ല. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തേങ്ങ ഒഴിച്ചു കൊടുത്തിരുന്ന കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ച് പച്ച കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തലക്കൊന്ന് നിന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണ മീൻകറിന്റെ മേലെ ഇങ്ങനെ തൂവി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമായിരിക്കും കേട്ടോ മീൻകറിക്ക്. ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ണനയില വറുത്തരച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ അയില കിട്ടുമ്പോൾ ഒന്ന് ഇങ്ങനെ വറുത്തരച്ച് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.